5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മൾ എത്ര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാലും പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു സൈക്കിളൊക്കെ ഉണ്ട്. പ്രകൃതി അതിൻ്റേതായ ഒരു സൈക്കിൾ, പീരിയോഡിക്കൽ സൈക്കിൾ എപ്പോഴും ഉണ്ട്. അതാണല്ലോ നമ്മളിപ്പം ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യത്തെ അല്ലെ ബയോഡൈവേഴ്സിറ്റിയെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ജൈവവൈവിധ്യ ശോഷണം കൂടും. ജൈവവൈവിധ്യ ശോഷണം കൂടിയാൽ കാലാവസ്ഥാ വ്യതിയാനവും കൂടും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും ജൈവവൈവിധ്യ സംരക്ഷണവും ഒന്നിനൊന്ന് വളരെ ഇൻ്റർ ഡിപ്പെൻഡൻ്റാണ്, ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 50-60 വർഷമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയൊക്കെ വളരെ കൺസേൺ. ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിക്കുമായിരുന്നു. 2% ഭൂമിയിലെ ടെമ്പറേച്ചർ ഉയർന്നാൽ നമ്മുടെ ഹിമാലയത്തിലൊക്കെ ഉള്ളതുപോലുള്ള പിന്നെ ഹിമാലയൻ മൗണ്ടൻസിലുള്ള സ്നോ എല്ലാം മെൽറ്റ് ചെയ്ത് ആ ബേസിനിൽ വരും. പിന്നെ വിൻ്റർ സീസൺ കുറയുമ്പോൾ മൗണ്ടനിലുള്ള ഇനിയും അവിടെ ഐസ് കൂടിയില്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള പണ്ടൊക്കെ നമ്മുടെ അറിവിരുന്നത് പിന്നെ നോർത്ത് ഇന്ത്യൻ റിവേഴ്സൊക്കെ സ്നോ ഉള്ള സമയത്ത് വെള്ളം കുറഞ്ഞിരിക്കും. അത് കഴിയുമ്പോൾ സ്നോ മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളം കൂടും. സമ്മറിൽ വെള്ളം കൂടുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ മഴക്കാലത്താണ് വെള്ളം കൂടുന്നത്, അവിടെ സമ്മറിലാണ് വെള്ളം കൂടുന്നത്. എന്തുകൊണ്ടെന്നാൽ പർവ്വതങ്ങളിലുള്ള ഐസ് ഉരുകി താഴോട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പം ടെമ്പറേച്ചർ കൂടിയാൽ, കാലാവസ്ഥാ വ്യതിയാനം മൂലം ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസോ അല്ലെ 2 ഡിഗ്രി സെൽഷ്യസോ കൂടിയാൽ മൗണ്ടൻ ക്യാപ്പിലുള്ള എല്ലാ സ്നോയും മെൽറ്റ് ചെയ്യും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് മൗണ്ടൻ സ്നോ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് പശ്ചിമഘട്ടമാണ്. നമുക്ക് 2 മഴക്കാലം ഉള്ളത് തന്നെ പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, നമ്മുടെ കേരളത്തിൽ നമ്മൾ വളരെ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. പടിഞ്ഞാറ് അറേബ്യൻ കടൽ, ബ്ലൂ ബയോഡൈവേഴ്സിറ്റി, ബ്ലൂ ഇക്കണോമി, നടുക്ക് പിന്നെ മിഡ്ലൻഡ്, ഗ്രീൻ ഇക്കണോമി, അതുപോലെ പർവ്വതത്തിൽ പിന്നെ വെസ്റ്റേൺ ഗാട്ട്സിൽ ധാരാളം ഇന്ന് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത എല്ലാ മരങ്ങളുടെയും വൈൽഡ് സ്പീഷീസും ധാരാളം മെഡിസിനൽ പ്ലാന്റ്സും പ്രിസർവ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് പശ്ചിമഘട്ടം. പിന്നെ നമ്മുടെ അറേബ്യൻ കടലിൽ നിന്നുള്ള മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കിട്ടുന്നത് വെസ്റ്റേൺ ഗാട്ട്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ സംരക്ഷണം ഇപ്പോൾ ഒരു വലിയ സംസാര വിഷയമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് അതിനെപ്പറ്റി കൂലങ്കഷമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് കൺസേൺഡ് വിത്ത് ദ കൺസർവേഷൻ ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ് പ്രൈമർലി. അതുകൊണ്ടാണ് 2010 പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായിട്ടുള്ള വെസ്റ്റേൺ ഗാട്ട് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. 12 മെമ്പേഴ്സുള്ള കമ്പനി ആരും തോന്നുന്നു. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രഗത്ഭനായ ഒരു ഇക്കോളജി പ്രൊഫസറാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹവും ആ കമ്മിറ്റി എല്ലാം കൂടെ പശ്ചിമഘട്ട മേഖലയിൽ യാത്ര ചെയ്ത് ഒരു റെക്കമെൻഡേഷൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് 2011 ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പശ്ചിമഘട്ടത്തെ മുഴുവനായിട്ട് ഇക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ ആയിട്ട് കണക്കാക്കി ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണായിട്ട് കണക്കാക്കണം. 3 സോണായിട്ട് തിരിക്കണം. സോൺ 1, സോൺ 2, സോൺ 3. ബയോഡൈവേഴ്സിറ്റിയിലെ ജൈവ വൈവിധ്യത്തിൻ്റെ റിച്ച്നെസ് അനുസരിച്ച് അതിനനുസൃതമായിട്ടുള്ള സംരക്ഷണ പരിപാടികളും നടത്തിയേ ഈ പശ്ചിമഘട്ടം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിന് നിലനിൽപ്പുള്ളൂ, കേരളത്തിലെ കൃഷിക്ക് നിലനിൽപ്പുള്ളൂ, കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നിലനിൽപ്പുള്ളൂ, കേരളത്തിലെ ജനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പടിഞ്ഞാറ് 6 സംസ്ഥാനങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു മൗണ്ടൻ റേഞ്ച്. കന്യാകുമാരി മുതൽ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി മുതൽ ഗുജറാത്തിലെ തപ്തി നദി വരെയുള്ള 1500 പരം 1600ഓളം കിലോമീറ്റർ നീളത്തിലും 1,64,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിലും കിടക്കുന്ന ഒരു പർവ്വത നിരകളാണ് പശ്ചിമഘട്ടം. അപ്പോൾ ഈ പശ്ചിമഘട്ടമാണ് നമ്മുടെ ശ്വാസകോശം, സെൻട്രൽ ഇന്ത്യയുടെ ശ്വാസകോശം കൊലാപ്സ് ചെയ്താൽ ആ നിമിഷം നമ്മൾ മരിക്കും.
അപ്പോൾ ഓർത്തോണം, പശ്ചിമഘട്ടം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കൊലാപ്സിങ് പോലെ ആയിപ്പോവും. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല, പശ്ചിമഘട്ടത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ഒക്കത്തില്ല, സംരക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിലും ഈ 6 സംസ്ഥാനങ്ങളിലും മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ക്രൈസിസിലോട്ടാണ് നമ്മൾ നീങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അത്ര പശ്ചിമഘട്ടം വാസ്തവത്തിൽ ഒരു വിൽഡർ ഒരു പിന്നെ ജനനിബിഡ നല്ല ഒരു വളരെ വനപ്രദേശം മാത്രമല്ല, ഒരു വിൽഡർനെസ് മാത്രമല്ല, ലക്ഷങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന ജനനിബിഡമായ ഒരു പ്രദേശം കൂടിയാണ്, പർട്ടിക്കുലർലി ഇൻ കേരള. കേരളത്തിലെ ഏകദേശം 845 പെർ സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലെ ജനസാന്ദ്രത കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് വിച്ച് ഈസ് അബവ് 400. കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിൽ തന്നെ 400 ചില്ലുവാനം ആളുകൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന, ലക്ഷങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയായ പശ്ചിമഘട്ടം. കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും അത്രയുമില്ല വടക്കോട്ട് പോകുമ്പോൾ. അപ്പം ഈ 6 സംസ്ഥാനങ്ങളും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വെബ്സൈറ്റിൽ വന്നപ്പോൾ ഇതിനെ എതിർത്തു. ഇത് ഇത്രയും സ്ട്രിഞ്ചൻ്റായിട്ട് ആളുകളെ ഒഴിവാക്കുമെന്ന് ഒരു കൺസേൺ വന്നു. അങ്ങനെ ഗാഡ്ഗിൽ പറഞ്ഞില്ല ആളുകളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റും ആളുകളും അത് തെറ്റിദ്ധരിച്ച് അത് ഗവൺമെൻറ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാതെ ആയി. രണ്ടാമതാണ് ഈ അടുത്തയിടെ 2 ആഴ്ച മുമ്പ് മരിച്ച കെ കസ്തൂരിരംഗൻ. ആളുകൾ വിചാരിക്കുക എന്തിനാ ഒരു സ്പേസ് സയൻറ്റിസ്റ്റിനെ ഒരു എൻവയൺമെൻറ്റൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിയതെന്ന്. എന്നാൽ കസ്തൂരിരംഗൻ ഏകദേശം 10 വർഷം ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ലീഡ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ആകാശം മാത്രമല്ല ഭൂമിയും കൺസേൺ ആയിരുന്നു. അദ്ദേഹം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ അതിനകത്തൊരു എക്സ്പേർട്ടായിരുന്നു കസ്തൂരിരംഗൻ. അദ്ദേഹം PSLV GSLV ധാരാളം സാറ്റലൈറ്റ്സും ഡെവലപ്പ് ചെയ്ത ഒരു വളരെ മഹാനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. കേരളത്തിൽ ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ പൂർത്തിയാക്കി പിന്നെ ബോംബെ, പിന്നെ ഹി ബിക്കെയിം ആസ്ട്രോഫിസിസിസ്റ്റ്. ഗാഡ്ഗിൽ കമ്മിറ്റിയെ ഗവൺമെൻറ് റിപ്പോർട്ട്സ് അംഗീകരിക്കാതെ വന്നപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റി ഡെവലപ്പ് ചെയ്തു. അതൊരു 10 മെമ്പർ കമ്മിറ്റിയായിരുന്നു. അവർ ആദ്യമായിട്ട് വാസ്തവത്തിൽ കസ്തൂരിരംഗൻ ISRO ചെയർമാനായിട്ട് അതിനുശേഷമാണ് 2013 കസ്തൂരിരംഗൻ 2012 കസ്തൂരിരംഗൻ കമ്മിറ്റി ഫോം ചെയ്തു. 2013 അദ്ദേഹം ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, VSSC ഗസ്റ്റ് ഹൗസിൽ പ്ലീസ് കം ആൻഡ് മീറ്റ് മീ. സോ ഐ വാസ് റിക്വസ്റ്റഡ് ടു മീറ്റ് ഹിം. സോ ഞങ്ങളുടെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ലാലാദാസ് ഞാനും കൂടെ പോയി കണ്ടു. ഞങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി വളരെ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാനായിരുന്നു അദ്ദേഹം ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ചെയ്തു. ഞങ്ങൾ 1-2 മണിക്കൂർ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംരക്ഷണം മാത്രമേ ശാശ്വതമായിട്ട് നടക്കത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ആ 10 അംഗ കമ്മിറ്റി അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരും എൻവയൺമെൻറ്റ് റിലേറ്റഡ് വർക്കേഴ്സ് ആയിരുന്നു. ഞാനും ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ മീറ്റിങ്സിലൊക്കെ പല പ്രാവശ്യം പോയി. അങ്ങനെ ഏതായാലും 2013 അദ്ദേഹം ഈ പശ്ചിമഘട്ടത്തിൻ്റെ 37% അല്ലെങ്കിൽ 40% നാച്ചുറൽ ലാൻഡ്സ്കേപ്പും ബാക്കി കൾച്ചറൽ ലാൻഡ്സ്കേപ്പും ആണെന്നൊരു കൺക്ലൂഷനിൽ അത്രയും 40% ഏരിയ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് നമ്മൾ കൺസർവ് ചെയ്യണം, സംരക്ഷിക്കണം നിർബന്ധമായിട്ടും. ബാക്കി ഏരിയ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള സംരക്ഷണമാണ് മുന്നോട്ട് ശാശ്വതമായിട്ട് പോകത്തുള്ളൂ, സസ്റ്റൈനബിളായിട്ട് പോകത്തുള്ളൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നിട്ടും കേരളത്തിൽ അതിനെപ്പറ്റി ഒരു കൺസേണും പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് മേഖലകളിലൊക്കെ അൺറസ്റ്റൊക്കെ ഉണ്ടായി. അന്നേരം കേരള ഗവൺമെൻറ് വേറെ ഒരു കമ്മിറ്റിയെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തു. 3 അംഗ കമ്മിറ്റി. ഡോക്ടർ PC സിറിയക്, ഡോക്ടർ രാജശേഖരൻ പിള്ള, 3ാമത് എന്നെയായിരുന്നു ഞാനകത്ത് മെമ്പറായിട്ടായത്. എന്നെ അതിൻ്റെ കൺവീനറുമാക്കി. അങ്ങനെ അതിന് ഉമ്മൻ കമ്മിറ്റി എന്ന് നിലവിൽ വന്നു. ഞങ്ങളും പശ്ചിമഘട്ട മേഖലയിൽ പോയി 30ഓളം സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടത്തി, ആളുകളെ നേരിൽ കണ്ടു, അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി. ഞങ്ങളൊരു റിപ്പോർട്ട് 2 കമ്മിറ്റിയിലെയും മുഖ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉൾപ്പെട്ട
ജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു സംരക്ഷണം പശ്ചിമഘട്ടത്തിന് വേണമെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് ചെയ്ത ഏരിയ അത് കറക്റ്റ് ആയിരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് നമ്മൾ പഞ്ചായത്തിലെ BMC തന്നെ നേരിട്ട് ഇടപെട്ട് അതിൻ്റെ ഒരു കറക്ഷൻ വരുത്തി. ഞങ്ങൾ ഡൽഹി പോയി സെക്രട്ടറിമാരെയും അവസാനം മന്ത്രിയെയും എൻവയൺമെൻറ്റ് മിനിസ്റ്ററെയും കണ്ടു. ഞങ്ങൾ സജസ്റ്റ് ചെയ്തു ഒരു 3800 പരം സ്ക്വയർ കിലോമീറ്റർ ESA കുറച്ചാൽ, നേരത്തെയുള്ള റിപ്പോർട്ടിൽ കുറച്ചാൽ കുറച്ചൊക്കെ അത് ഫേവറബിൾ ആയിരിക്കും, കുറച്ചൊക്കെ അജിറ്റേഷൻസ് കുറയാനിടയുണ്ട്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത ആ ഏരിയ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് 2014 ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് അംഗീകരിച്ചു. അത് പബ്ലിഷ് ചെയ്തു. അതാണിപ്പം നിലനിൽക്കുന്നത്. ഇതുവരെ 2014 ചെയ്ത റിപ്പോർട്ട് ഇതുവരെയും ഫൈനലായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഏകദേശം ഫൈനലായിട്ടുണ്ട്. എൻ്റെ ഒരു വിചാരത്തിൽ ഈ വർഷം തന്നെ അത് ഫൈനൽ റിപ്പോർട്ടായിട്ട് വരും. ഇപ്പോൾ ഒരു ഓഫീസ് മെമ്മോറാണ്ടമാണ്. ടിൽ ദെൻ ആ റിപ്പോർട്ട് ഫൈനലായിട്ട് വരുന്നവരെ ഒരു ഓഫീസ് മെമ്മോറാണ്ടം ഞങ്ങളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു ഓഫീസ് മെമ്മോറാണ്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റെ എല്ലാം അർത്ഥം ജൈവ വൈവിധ്യ സംരക്ഷണം നമ്മുടെ ജീവിതചര്യയായിരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധമായിട്ടുള്ള ആഹാരം, ഇത് മൂന്നും തരുന്നത് ജൈവ വൈവിധ്യമാണ്. ഇതിന് നമ്മുടെ സംരക്ഷണ പരിപാടികൾ ഉത്തമമായിട്ട് നടത്തിയില്ലെങ്കിൽ, ഗൗരവമായിട്ട് നടത്തിയില്ലെങ്കിൽ, ഉത്തരവാദിത്തോട് നടത്തിയില്ലെങ്കിൽ വരും തലമുറ കഷ്ടപ്പാടിലേക്ക് ആയിരിക്കും പോകുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. നമ്മൾ ഒരു കരുതൽ ഉണ്ടായാൽ മതി. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നശിപ്പിക്കാതിരുന്നാൽ തന്നെ മതി. സംരക്ഷിച്ചില്ലെങ്കിലും നശിപ്പിക്കാതിരുന്നാൽ തന്നെ സംരക്ഷണമാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. നമുക്ക് വേണ്ടത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്, ആൻഡ് നോട്ട് എ ഡെവലപ്മെൻറ്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. സുസ്ഥിരമായ ഒരു വികസനം മാത്രമേ നിലനിൽക്കത്തുള്ളൂ, ശാശ്വതമായിരിക്കത്തുള്ളൂ. നമ്മൾക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും ഇനിയും നമുക്ക് നമ്മുടെ പിതാക്കന്മാർ തന്നതുപോലെ അവർക്കും ലഭിക്കത്തക്കവണ്ണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ച് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസും തയ്യാറാകണമെന്നും ഗാന്ധിജിയുടെ അന്നത്തെ ആ വാക്ക് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കണം. നമ്മുടെ ജീവിത രീതി തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ളതായിരിക്കണം. അതാണ് നിലനിൽക്കുന്ന ഒരു ജീവിതം എന്നെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.